മമ്മി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈജിപ്തിലെ മമ്മികളെ ആയിരിക്കും. എന്നാൽ ഇന്ത്യയിലും ഒരു മമ്മി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1975 ഭൂമികുലുക്കത്തിൽ ജമ്മുവിലെ സ്പിതി വാലിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ത്യൻ ആർമി റോഡിൽ വന്ന് വീണ മണ്ണുകൾ മാറ്റുന്നതിനിടയിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടു. വളരെ സൂക്ഷിച്ച് കൂടുതൽ ആഴത്തിൽ കുഴിച്ച് അവർ അത് പുറത്തെടുത്തു. അതൊരു മമ്മിഫൈഡ് ബോഡി ആയിരുന്നു. ഇരിക്കുന്ന നിലയിലായിരുന്നു അത് ലഭിച്ചത്. ശരീരം മുഴുവൻ അഴുകിയ നിലയിൽ ആയിരുന്നില്ല. തലമുടി നാരുകൾക്ക് പോലും വളർച്ചയുള്ളതായിരുന്നു. ഒടുവിൽ അത് ആരുടേതെന്ന് തിരിച്ചറിഞ്ഞു. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബുദ്ധസന്യാസിയായ സാങ്ക ടെൻസിന്റേതായിരുന്നു ആ ശരീരം. DNA ടെസ്റ്റുകളും ഇത് ശരിവെച്ചു. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം ഒരു മമ്മിയായി മാറുകയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക ഡയറ്റാണ് ഈ ബുദ്ധസന്യാസിമാർ സ്വീകരിക്കുന്നത്. ചില പ്രത്യേക മരുന്നിലകൾ, പഴങ്ങൾ, നട്ട്സ് എന്നിവയാണ് പ്രധാന ഭക്ഷണം. അതുവഴി ശരീരത്തിലെ ജലാംശം കുറയ്ക്കുകയും ഫാറ്റ് ഇൻടേക്ക് കുറയ്ക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഇങ്ങനെ ഏകദേശം 10 വർഷത്തോളം എടുത്താണ് മമ്മിയായി മാറുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ശരീരം ഡീകമ്പോസ് ആകാൻ കൂടുതൽ കാലം എടുക്കും. ഈ മമ്മി ഇപ്പോൾ ഉള്ളത് സ്പിതി വാലിയിലെ ഗൂ മൊണാസ്ട്രിയിലാണ്. നിങ്ങൾക്കും സ്പിതി വാലി വിസിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണാവുന്നതാണ്.